ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരാശ്രയം പോലെ ആദ്യം തന്നെ ഓർക്കുക, ഉമ്മയുടെ കണ്ണുനീര് ജീവിതത്തിൽ വീടരുടേ, ഉമ്മയെ കരയിപ്പിക്കരുടേ. ആ ഒരൊറ്റ കണ്ണുനീര് തുള്ളിമടി നിന്നെ ഭസ്മമാക്കി മാറ്റാനെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. കാരണം അള്ളാഹുവിനെ പറഞ്ഞതിന് ശേഷം പ്രിയപ്പെട്ട ഉമ്മയല്ലയോ അള്ളാഹു പറഞ്ഞു തന്നത്? എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ച ഉമ്മയല്ലയോ? മൂവാറ്റുപുഴയിൽ 10 മക്കളെ നൊന്ത് പ്രസവിച്ച ഉമ്മയാണ് 80ാമത്തെ വയസ്സിൽ പോലീസ് സ്റ്റേഷന്റെ വരാന്തയിലൂടെ കയറി പോവുക. എത്രയോ ഉമ്മമാരെന്നോട് പറഞ്ഞിട്ടുണ്ട് ഉസ്താദേ, ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സിദ്ദീഖ് വടിയോരത്തിന്റെ ഹോട്ടലിലെ റൂമിൽ ഇരിക്കുമ്പോ അവിടെയുള്ളൊരു ഉമ്മ വന്നിട്ട് എന്നോട് പൊട്ടിക്കരഞ്ഞു പറഞ്ഞത്, ഉസ്താദേ ഭർത്താവ് മരിച്ചിട്ട് മോന് വേണ്ടി ജീവിച്ചതാണ്, ഇനി എന്റെ ജീവിതത്തിൽ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. എന്താണ് നിങ്ങളുടെ ആഗ്രഹമെന്ന് ചോദിച്ചപ്പോ ആ സമയത്താണ് പറഞ്ഞത്, ഉസ്താദേ എന്റെ മകൻ എന്നെ എന്ന് ഉമ്മ എന്ന് വിളിക്കുന്നത് കേൾക്കണം. ആ ഉമ്മയ്ക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, ആ ഉമ്മയ്ക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, എന്റെ മകൻ മരിക്കുന്നതിന് മുമ്പ് എന്നെ ഒന്ന് ഉമ്മയെന്ന് വിളിക്കണം. ഇങ്ങനെ കൊതിക്കുന്ന എത്രയെത്ര ഉമ്മമാരുണ്ട്, എത്രയെത്ര ഉമ്മമാരുണ്ട് നമ്മുടെ മുമ്പിൽ. നമ്മൾ മടിത്തട്ടിലിരുന്ന് കരയുന്ന കാലം ഉമ്മാന്നൊന്ന് വിളിക്കുമ്പോ പൊന്നുമോനെ എന്ന് പറഞ്ഞോടിയെത്തുന്ന ഉമ്മ. വീട്ടിലെ പാളയിൽ, പഴയ പാളയിൽ ഇന്ന് എല്ലയോ ഗൾഫുകാരുടെ പട്ടുമത്തയുണ്ടായത്. അതിനു മുമ്പ് ഗൾഫിന് മുമ്പ് ഒരു കാലമുണ്ട് പെങ്ങളെ, ഇതിനു മുമ്പൊരു കാലമുണ്ടായിരുന്നു. ഇന്ന് നിന്റെ മകളെ പ്രസവിക്കുമ്പോ നല്ല തൂവലിനേക്കാൾ തത്തക്കരുത്തിനേക്കാൾ മൃദുലമായ കുഷ്യനുണ്ട്. ഒരു കാലം നിങ്ങൾ ഓത്തുവോ? വീട്ടിലെ കവുങ്ങിന്റെ പാളയിൽ നല്ലെണ്ണ തേച്ചിട്ട് കുഞ്ഞു കവിഴ്ന്ന് കിടന്ന് കൈകാലിട്ടടിക്കുമ്പോ മുനിസിപ്പാലിറ്റിയുടെ കിണറിന്റെ ഭാഗത്ത് വെള്ളം കോരാൻ പോകുന്ന ഉമ്മയെ, ആ ഉമ്മ ഓരോ തൊട്ടി വെള്ളം കോരുമ്പോൾ തിരിഞ്ഞു തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്റെ കൺമണി കരയുന്നുവോ? എന്റെ മോന്റെ നിലവിളി കേൾക്കുന്നുവോ? യഥാർത്ഥത്തിൽ ഉമ്മ കൊണ്ടുവരുന്ന കലത്തിൽ വെള്ളം പൂർണ്ണമായിട്ട് നിറഞ്ഞിട്ടുണ്ടാവില്ല. നിറയുന്നതിന് മുമ്പേ എന്റെ കൺമണിയെ ഒത്തിട്ട് തിരിച്ചോടി വരുന്ന ഉമ്മ, പാളയിൽ കിടത്തിയിട്ട് നമ്മളെ കുളിപ്പിച്ച ഉമ്മ. ആ ഉമ്മയാണ് പറയുന്നത്. കുളിപ്പിക്കുമ്പോഴും ഉമ്മ പറയും, കൺമണിയെ കരയരുടേ, പൊന്നുമോനെ കരയരുടേ. ആ കേരളത്തിലെ ഉമ്മയാണ് എന്നോട് പറഞ്ഞത്, സാറേ എന്റെ മകനെന്നെ ഒന്ന് ഉമ്മയെന്ന് വിളിക്കുന്നത് കേൾക്കാൻ എനിക്ക് കൊതിയാണ്. പ്രവാസികളെ, 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 വീട്ടിലേക്ക് പോയി കഴിയുമ്പോ ഉമ്മ എന്നൊന്ന് വിളിക്കാൻ കഴിയുന്നത് എപ്പോഴാണ്? ഉമ്മ എന്ന ഒരു വിളി മതി. നീ കൊണ്ടുപോകുന്ന സ്വർണത്തിന്റെ തിളക്കം വേണ്ട ഉമ്മയ്ക്ക്, നീ കൊണ്ടുപോകുന്ന റിയാലുകളുടെ എണ്ണം അറിയണ്ട. പോയി ഇറങ്ങിയിട്ട് ഉമ്മ 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 എന്നൊന്ന് വിളിക്കുന്നത് കേൾക്കാൻ ആ വിളി മതി എനിക്കെന്ന് പറഞ്ഞതാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മ. പെങ്ങളെ, നീയും ഒരു ഉമ്മയല്ലയോ? നമ്മളും ഒരു ഉമ്മയല്ലയോ? നമ്മുടെ വായിൽ നിന്ന് കേൾക്കാൻ ഉമ്മ കുതിക്കുന്ന ഒന്നുണ്ട്, അത് ഉമ്മ എന്ന വിളിയാണ്. ആ രണ്ടക്ഷരം നമ്മുടെ നാവിലൂടെ സദക്ക ചെയ്യാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നും മുടക്കണ്ട. ഉമ്മ ആഗ്രഹിക്കുന്നത് നമ്മുടെ മലബാർ ഗോൾഡിന്റെ സ്വർണ്ണമല്ല, നീ കൊണ്ടുപോയ നെക്ലേസ് അല്ല. 6 മാസത്തിന് ശേഷം, 1 വർഷത്തിന് ശേഷം, 2 വർഷത്തിന് ശേഷം വരുമ്പോ ഓടിച്ചെന്നിട്ട് ഉമ്മാന്ന് വിളിക്കുമ്പോ ആ രണ്ടക്ഷരം നാവ് കൊണ്ട് കൊടുക്കാൻ കഴിയുന്ന ഒരു മകനുണ്ടെങ്കിൽ ഉമ്മയ്ക്ക് അത് മതി. അതിനപ്പുറത്തേക്ക് ഉമ്മയ്ക്കൊന്നും വേണ്ട. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടക്ഷരത്തെ നാവ് കൊണ്ട് ദാനം ചെയ്യാൻ കഴിയാത്ത മക്കളായി നമ്മൾ ഈ ലോകത്ത് മാറി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഉമ്മ എന്നൊന്ന് വിളിക്കാൻ നമ്മളിപ്പോ അവർക്ക് എങ്ങനെ ഉമ്മാന്ന് വിളിക്കുക? ഞാൻ ലക്ഷദ്വീപിൽ പ്രസംഗത്തിന് പോയി. ലക്ഷദ്വീപില് അന്ത്രോത്തില് PM സയ്യിദ് സാഹിബിന്റെ നാട്ടിൽ. ആരാ PM സയ്യിദ് എന്നറിയോ? ആരാ PM സയ്യിദ് സാഹിബ്? അത്രയൊക്കെയല്ലേ PM സയ്യിദ് സാഹിബിനെ കുറിച്ച് അറിയൂ? സാക്ഷാൽ ജോർജ് ബുഷിന്റെ വൈറ്റ് ഹൗസിൽ രാഷ്ട്ര തലവന്മാര് മുഴുവനും വട്ടമേശ സമ്മേളനം നടക്കുമ്പോ ലോഹറിന് ബാങ്ക് വിളിച്ചു കഴിയുമ്പോ ആ ലോഹറിന്റെ സമയത്ത് എഴുന്നേറ്റ് എനിക്ക് നമസ്കരിക്കാൻ മുസല്ല വേണമെന്ന് പറഞ്ഞ് വൈറ്റ് ഹൗസിന്റെ ഉള്ളിൽ മുസല്ല വിരിച്ചിട്ട് നിസ്കാരം കളാക്കാതെ നിസ്കരിച്ച രാഷ്ട്രീയക്കാരനാണ് PM സയ്യിദ് സാഹിബ്. രാഷ്ട്രീയക്കാരനാണ് PM സയ്യിദ് സാഹിബ്. അങ്ങനെ ചില അപൂർവമായ രാഷ്ട്രീയക്കാരെ ഉണ്ടായിട്ടുള്ളൂ. രാഷ്ട്രീയത്തിന്റെ അധികാരത്തിന്റെ ഇടനാടുകളിൽ കേരള സംസ്ഥാനം ഭരിക്കുന്ന നിർണായക ശക്തി, അത് 5ആവട്ടെ 4ആവട്ടെ മന്ത്രിമാര്, കേരളത്തിലെ നിർണായകമായ ഒരു രാഷ്ട്രീയ സ്വാധീനത്തിന്റെ ഏറ്റവും അവസാനത്തെ വാക്കായി അധികാരത്തിന്റെ ഇടനാടുകളിൽ ഒന്ന് വിരലുനുടച്ചാൽ കേരളത്തിന്റെ രാഷ്ട്രീയക്കാർ മുഴുവനെ പഞ്ചമുച്ചം അടക്കി നിൽക്കുമ്പോഴും അധികാരത്തിന്റെ ഇടനാടുകളിൽ ഒരു കാലച്ച പോലും കൽപ്പിക്കാതെ
അധികാരത്തിൽ നിന്ന് മാറി നിന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടായിരുന്നു, ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ഒരു രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിഡന്റ്. പക്ഷെ അധികാരത്തിന്റെ ഒരു ഇടനാടികളിൽ പോലും ഇല്ല എന്ന് പറഞ്ഞ് ജീവിച്ചതിനേക്കാൾ മനോഹരമായി മരിച്ചുപോയ, അത് ചില ആളുകൾക്കൊക്കെ കഴിയൂ. ഇത് ഞാൻ ലീഗുകാരനായതുകൊണ്ട് പറയുന്നല്ല. ഞാൻ മലബാറിലേക്ക് പ്രസംഗത്തിനൊക്കെ ഇറങ്ങുന്നതിനും KMCC ഒക്കെ പരിചയപ്പെടുന്നതിന് മുമ്പേ പാണക്കാട് തങ്ങൾ മരണപ്പെട്ടതിന് അന്ന് ഖുത്ബ പ്രഭാഷണം നടത്തിയ ആളാണ് ഞാൻ. അന്ന് ജുമയ്ക്ക് ഖുത്ബ നടത്തി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മരണപ്പെടുമ്പോ ഈജിപ്തിലെ പത്രം തലക്കെട്ടെഴുതി മാത്തർ റജുലു വരിജാലു കലീലുൻ. മാത്തർ റജുലു, ആൺകുട്ടി മരിച്ചു, പക്ഷേ വരിജാലു കലീലുൻ, ആൺകുട്ടികൾ ചരിത്രത്തിൽ കുറവാ. ഒരു യഥാർത്ഥ പുരുഷൻ മരിച്ചു എന്ന് ലോകത്ത് എഴുതി കൊടുത്ത എന്റെ പ്രിയപ്പെട്ട അങ്ങനെ ചില്ലറ രാഷ്ട്രീയക്കാരുണ്ട്. MP മന്ദിരത്തിന്റെ കവാടത്തിന്റെ ഉള്ളിലിരിക്കുമ്പോ തന്നെ കാണാൻ വേണ്ടി വന്നവരുടെ മുമ്പിൽ എനിക്ക് ജുമയ്ക്ക് നേരത്തെ പള്ളിയിൽ പോയി സൂറത്തുൽ കഹ്ഫ് ഓതാൻ കഴിയുന്നില്ലല്ലോ, MP-യുടെ തിരക്ക് കാരണം നേരത്തെ വെള്ളിയാഴ്ച ജുമയ്ക്ക് പോയി സൂറത്തുൽ കഹ്ഫ് ഓതാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ ആളായിരുന്നു ഖായിദ മില്ലത്ത് ഇസ്മായിൽ സാഹിബ്. രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോഴും ദീനിനെ അക്കാര്യത്തിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞ അള്ളാഹു നമുക്ക് അവരെയൊക്കെ ജീവിതത്തിൽ സ്നേഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. PM സയ്യിദ് സാഹിബിന്റെ അന്ത്രോത്തിൽ ഞാൻ പ്രസംഗത്തിന് പോയി. അങ്ങോട്ട് പോകുമ്പോ ഒരു ത്രില്ലാണ് ലക്ഷദ്വീപിൽ പോണം. പിന്നെ ഞാൻ പോയിട്ടില്ല. ആ ഒരൊറ്റ പ്രാവശ്യം പോയതുള്ളൂ. ഇപ്പഴെ ഒരു വിളിക്കും, ഞാൻ പിന്നെ പോയിട്ടില്ല. അങ്ങോട്ട് പോയി കൊച്ചിന്ന് കപ്പലിലൊരു പോക്ക്. അവിടെ പോയി 7 ദിവസത്തെ ഭാഗത്ത് തിരിച്ചു വരാൻ നേരത്ത് കപ്പലിലൊരു ജോലിക്കാരൻ മരിച്ചു. കപ്പല് സ്ട്രൈക്ക്. പിന്നെ കറാമത്തുണ്ടെങ്കിൽ അല്ലാതെ വരാൻ പറ്റൂല. പിന്നെ തങ്ങളുപ്പാപ്പയ്ക്ക് അല്ലാതെ വരാൻ പറ്റില്ല. കപ്പലില്ല, ഷിപ്പില്ല. ഞാൻ അവിടെ കുടുങ്ങി. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ അവിടെ കുടുങ്ങിയിട്ട് എനിക്ക് ആകെ ഇടങ്ങാറായി. ഞാൻ ഒരു ദുർബലനായ പിതാവാണ് ഞാൻ. വാളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ ആളായിട്ട്, കോട്ടൊക്കെ നോക്കും വലിയതാണ്. എന്റെ അടിയിൽ വാള് വെറും പാവുക, സാധുവാ. ഇതൊക്കെ ചുമ്മാ ഇവര് ഇടിപ്പിച്ചല്ലേ. അപ്പൊ ഞാൻ എന്താണെന്നറിയോ, ഒരു ദുർബലനായ പിതാവ്. 2-3 ദിവസത്തിൽ കൂടുതൽ എന്റെ മക്കളെ കാണാതിരിക്കുക, എന്റെ മക്കളെ ഭാര്യ ഉമ്മയും കാണാതിരിക്കുക വലിയ പ്രശ്നമാണ്. ഞാൻ ഓടും. ഗൾഫിൽ വന്നാലും 3 ദിവസം 4 ദിവസം 5-ാമത്തെ ദിവസം ഞാൻ പോയിരിക്കും. ഇനിയിപ്പോ നിങ്ങൾ എന്ത് സാധനം മേടിച്ചെന്നാലും ശരി, എനിക്ക് വല്ലാത്ത വിഷമായി. അപ്പൊ എന്റെ ഉമ്മ അന്ന് നാട്ടിലാണ്, ഇപ്പൊ എന്റെ കൂടെ. അപ്പൊ ഞാൻ ഉമ്മയെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, പ്രവാസികളോടാണ് ഞാൻ പറയണേ. ഉമ്മ ചോദിച്ചു, മോനെ എന്താ ഒരു വിഷമം? അവന് ഉമ്മ മക്കളെ കാണാത്തോണ്ട് ഒരു വല്ലാത്ത ടെൻഷൻ. എപ്പോഴാ ഇപ്പൊ വരണമെന്നറിയാമല്ലോ, കടലിൽ നടുക്ക് വെട്ടു. ഇതാണെങ്കിൽ അന്ത്രോത്ത് 7 കിലോമീറ്റർ നീളം, 2 കിലോമീറ്റർ വീതി. ഒരു തിരമാല ആഞ്ഞടിച്ചാ തീർന്നു. കടലിന്റെ നടുക്ക് ഇത്രയേ ഉള്ളൂ ആകെ. പക്ഷേ ഞാൻ പറഞ്ഞു, ഉമ്മ കുട്ടികളെ കാണാത്തോണ്ട് എനിക്കൊരു വല്ലാത്ത വിഷമം. അപ്പൊ ഉമ്മ എന്നോട് ചോദിച്ചു, ആഹാ, നിന്റെ സ്വന്തം മക്കളായപ്പോ നിനക്കിപ്പോ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? ഞാൻ പറയുമ്പോ നിനക്കത് ഇതുവരെ തോന്നിയിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ പറയും, ഉമ്മ ഞാൻ വലിയ മോനല്ലേ, എന്റെ കുട്ടികൾ കൊച്ചു കുട്ടികളല്ലേ. അപ്പൊ ഉമ്മ എന്നോട് പറഞ്ഞു, മോനെ, കുട്ടി എത്ര വലുതായാലും നീ ഉമ്മാക്ക് ഇപ്പോഴും മോൻ തന്നെ. നീ എത്ര വലുതായാലും എവിടെ എത്തിയാലും നീ ഇപ്പോഴും എന്റെ ആ പാളയിൽ കിടന്ന് കുളിക്കണ കൊച്ചു കുട്ടിയാ എനിക്ക്. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഗൾഫുകാരനായി, കുറച്ച് പണമൊക്കെയായി, ടൈയൊക്കെ കെട്ടി, എന്നാലും വീട്ടിൽ പോകുമ്പോ 80 വയസ്സ് കഴിഞ്ഞാലും ഉമ്മയ്ക്ക് മോൻ ഇപ്പോഴും ആരാ? കുഞ്ഞു മോന. ഉമ്മ എന്നൊന്ന് വിളിച്ച ആ സമയത്ത് ആ ഹൃദയത്തിനുണ്ടാകുന്ന ഒരു രോമാഞ്ചം. അള്ളാഹു, നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഞാൻ ഉമ്മയെ കുറിച്ച് പറയാം, ഹദീസും ഖുർആനൊക്കെ ഞാൻ പറയാം. ഒന്നും ചെയ്യണ്ട, ഉമ്മയുടെ അടുത്ത് ചെന്നിരുന്നിട്ട് ഉമ്മ എന്നൊന്ന് വിളിക്കും. നിങ്ങളൊരു 1000 ദിർഹംസ് കൊടുക്കുന്നതിനേക്കാൾ വലിയ സദക്കയാണ്. ഉമ്മ കേൾക്കാൻ കൊതിക്കുന്നത് മുതൽ എന്നോട് പറഞ്ഞു, മക്കളെ, എത്ര വലുതായാലും ഏത് സമയത്തായാലും, കാരണം ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണാരാ, നമുക്ക് വേണ്ടി വല്ലാതെ സന്തോഷിക്കുന്നതാരാ? ഈ ഉമ്മയെ നമ്മൾ സ്നേഹിച്ചില്ലെങ്കിൽ, ഈ ഉമ്മയെ ഇങ്ങോട്ട് നോക്കി, ഈ ഉമ്മയോടുള്ള കടപ്പാട് കുത്തിയിട്ട് ഒന്ന് ദുനിയാവിന് വല്ലാതെ കഷ്ടപ്പെടും, അള്ളാഹു കാക്കട്ടെ. 2, ഇനി ആ മരണം, കബർ, പരലോകം വരെ പോണം. സമയമാകുമ്പോ ഒന്ന് പറഞ്ഞേക്കണേ, അവിടം വരെ എത്തിക്കേണ്ടതുണ്ട്. 2 ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ആദ്യമായിട്ട് എന്റെ സഹോദരങ്ങളെ കേട്ടുകൊള്ളുക,
മാതാവിന്റെ പൊരുത്തം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ഈ ദുനിയാവിന് വല്ലാതെ കഷ്ടപ്പെടേണ്ടി വരും, പ്രയാസങ്ങൾ ഏറെ സഹിക്കേണ്ടി വരും. രണ്ടാമത് എപ്പോഴെന്നറിയോ? ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ നിന്റെ നാവ് ബന്ധിച്ചിട്ട് നിനക്ക് കെലിമ പറയാൻ കഴിയില്ലെന്ന്. ഈ ലോകത്ത് നിന്ന് മുഅ്മിനായിട്ട് നിനക്ക് മരിക്കാൻ കഴിയില്ല. എപ്പോഴെന്നറിയോ? എന്നോട് ചേർത്ത് ഞാൻ പറഞ്ഞ ഉമ്മയോടുള്ള കടപ്പാടുകൾ നീ നിഷേധിച്ചു കളഞ്ഞാലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂലിന്റെ തൊട്ടുപുറകില് ഒരു റക്അത്തിന് ഒരു 50,000 റക്അത്തിന്റെ പ്രതിഫലം കിട്ടുന്ന മസ്ജിദുൻ നബവിയിൽ അള്ളാന്റെ റസൂലിന്റെ തൊട്ടുപുറകിൽ കൈകെട്ടി നിസ്കരിച്ച സഹാബിയല്ലേ അൽഖമാ റളിയല്ലാഹു അൻഹു. ആരാ അൽഖമ? ആരാ? അഹ്മദ് കബീറിനെ പോലെയാ, അബ്ദുൽ ഖാദറിനെ പോലെയാ, ഗസാലിയെ പോലെയാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഖമ ആരാന്നറിയോ? അള്ളാന്റെ റസൂലിനെ നേരിട്ട് കണ്ട സഹാബിയാണ്. ആ സഹാബി റസൂലുള്ളാഹിയുടെ പുറകിൽ നിസ്കരിച്ച ആളാ. പക്ഷെ അൽഖമാ റളിയല്ലാഹു അൻഹുവിന് മരണാസന്നനായി കിടക്കുമ്പോ കലിമ പറയാൻ വേണ്ടി നാവ് ബന്ധിക്കുന്നുണ്ട്. പക്ഷെ അൽഖമയ്ക്ക് നാവ് ബന്ധിക്കാൻ കഴിയുന്നില്ല, നാവ് കുരഞ്ഞു പോവുകയാണ്. സഹാബത്ത് വന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് വിവരം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അൽഖമയ്ക്ക് നാവ് കടയുന്ന നബിയെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുന്നില്ല. ആ സമയത്താണ് നബി തങ്ങൾ ചോദിച്ചത്, അൽഖമയുടെ ഉമ്മയോട് ചോദിക്കുക. അൽഖമയുടെ ഉമ്മ വന്നു, എന്തേ മകന് നിങ്ങൾ തമ്മിലൊരു പ്രശ്നങ്ങളുണ്ടോ? അല്ലാഹുവിന്റെ തിരുദൂതരെ, യാ റസൂലല്ലാഹ്, എന്റെ മകൻ വിവാഹം കഴിഞ്ഞപ്പോ എന്നെ തള്ളിക്കളഞ്ഞ നബിയെ, അക്കാര്യത്തിൽ എന്റെ മനസ്സിലൊരു പൊരുത്തക്കേടുണ്ട്. എന്റെ പ്രിയപ്പെട്ട പ്രവാസികളെ, അറബിക്കടലിന്റെ അലമാലകടൽ അങ്ങകലെ കിടക്കുമ്പോ മാതാവിന്റെ പൊരുത്തമില്ലാത്തവന് ഇനിയും കുറേയേറെ കാര്യങ്ങൾ പറയാനുണ്ട്. അവൻ മരണസമയത്ത് നാവ് വന്ദിച്ച പഴന്തുണി കട്ടിലിൽ കിടക്കുമ്പോ യഥാർത്ഥത്തിൽ മരണമല്ലേ നന്നാവേണ്ടത്? എത്ര വലുതായിട്ട് കാര്യമേടാ, ഏത് പദവി ഉണ്ടായിട്ട് കാര്യമെന്താ? അഹ്മദ് കബീർ ബാക്കവിയുടെ വേല കേൾക്കാൻ ധാരാളം ആളുകളെ തടിച്ചുകൂടിയിട്ട് കാര്യമെന്താ ഉള്ളത്? എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സുഹൃത്ത് അബ്ദുൽ ഖാദർ സാഹിബ് എന്നെ വിവരിച്ചത് തന്നെ പ്രഭാഷണ കളിയിലെ രാജകുമാരൻ എന്ന. അത്രയൊക്കെ എത്തിയിട്ടില്ലെങ്കിലും അത് സ്നേഹത്തിന്റെ ഒരു മറുഭാഷയാണെങ്കിലും സഹോദരങ്ങളെ, രാജകുമാരനാവേണ്ടത് എവിടെ വെച്ചാ? എവിടെയാ രാജകുമാരനാകേണ്ടത്? എവിടെയാ? എങ്ങനെ ഈ ഭൂമിയിൽ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഭൂമിയിൽ എങ്ങനെയൊക്കെ പദവികൾ ഉണ്ടായിട്ട് കാര്യമില്ല. അവസാനം മരിക്കുന്ന നേരം മരണത്തെ പേടിയുണ്ടോ? നല്ല രീതിയിൽ മരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? സഹോദരങ്ങൾ, അഹ്മദ് കബീർ ബാക്കവിയുടെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത 40 ലക്ഷത്തിലധികം വ്യൂവേഴ്സ് ഉണ്ട്. പക്ഷേ ആ മനുഷ്യൻ വലുതാകുന്നത് എപ്പോഴാ? പടന്തുണിക്കട്ടില് പടന്തുണി പോലെ കിടക്കുമ്പോ, ഭാര്യ മക്കളും ചാരത്ത് കിടക്കുമ്പോ അസ്രായീൽ വന്ന് റൂഹ് പിടിക്കുകയാണ്. ആ സമയത്ത് നാവ് കൊണ്ട് പറയണ്ടേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് മരിക്കാൻ കഴിഞ്ഞാൽ ജൊമർഗെ മോമിൻ ബാത്തു ഗോയം ജൊമർഗെ മോമിൻ തബസും പല്ലബവേസ്. മരിക്കുന്ന സമയത്ത് പുഞ്ചിരിയോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് 70,000 ദിക്ർ ദുനിയാവിൽ ചെയ്താലും മരിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യമെന്ന് പറയാൻ കഴിയണ്ടേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഏത് ഇബാദത്തിന്റെ കൊടുമുടി താണ്ടിയാലും ഹറം ശരീഫിന്റെ മത്താഫിന് പോയി കിടന്നാലും നീ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചവനാണോ? അസ്രായീൽ വന്ന് റൂഹ് പിടിക്കുമ്പോ നിന്റെ നാവ് കൊണ്ട് നീ കെലിമ പറയില്ല, കെലിമ പറയില്ല, കെലിമ പറയില്ല. അതിന്റെ അർത്ഥം എന്താ? കെലിമ പറഞ്ഞിട്ട് മരിക്കാൻ കഴിയാതിരുന്നാൽ സഹോദരങ്ങൾ, അതിന്റെ അർത്ഥം എന്താ? നീ നാളെ കാലാകാല നരകത്തിലേക്ക് പോകേണ്ടവനല്ലേ? കാലാകാല നരകത്തിൽ കിടന്ന് ശിക്ഷിക്കപ്പെടേണ്ടവനല്ലേ? അതുകൊണ്ട് ഉമ്മയാരാ? ഉമ്മയാരാ? ഉമ്മയുടെ പൊരുത്തമില്ലാത്ത അൽഖമ റളിയല്ലാഹു തആല അൻഹു, ആ സഹാബിക്ക് പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ സമയത്ത് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താ? അല്ലാഹു നമ്മുടെ മരണം നന്നാക്കി തരട്ടെ, മരണം നന്നാക്കി തരട്ടെ. ജനനം മാത്രമല്ല മരണവും മാതാവിന്റെ കയ്യിലാണ്. സഹോദരങ്ങളെ, പഠിക്കുക. ജനനം മാത്രമല്ല, മരണവും ഉമ്മയുടെ കയ്യിലാണ്. ഉമ്മയുടെ കയ്യിലാണ് നമ്മുടെ മരണവും ഭദ്രമായിട്ടിരുന്നത്. മരണവും ഭദ്രമായിട്ടിരുന്നത്. മരിക്കുന്ന സമയത്ത് അങ്ങനെ മരിക്കാൻ കഴിയണം. മരിക്കുന്ന സമയത്ത് ഞാനിനി തുടർന്നു പോകട്ടെ ഖുർആനിലേക്ക്. മരിക്കുന്ന സമയത്ത് നമുക്കാർക്കാ ഉള്ളത്? വലഖദ് ജാഅത് സകറത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുന്ത മിൻഹു തഗീബ്.
ഖുർആൻ. ഇങ്ങോട്ട് നോക്കി. മരണം. ഞാൻ പ്രിയപ്പെട്ട ഉമ്മയുടെ 1-ാം ഭാഗം ജനനമാണ് പറഞ്ഞത്. ഇനി മരണം. മരിക്കുന്ന സമയത്ത് ഉമ്മ എന്താ? ഒരായത്ത് ഞാൻ ഓതിത്തരാം, കേൾക്കുവോ? ഉറക്കം പറഞ്ഞണ്ട. നാട്ടിലെ വാളുമാരി ഗുമ്മുന്ന് നിൽക്കൂല. ഇത് മൈക്ക് ഇത്രേ ഉള്ളൂ. നാട്ടിലെ മൈക്കെന്ന് പറഞ്ഞാൽ ഷെയ്ഖുനാന്ന് പറഞ്ഞാൽ ഹുനാന്ന് കേൾക്കും. അതിവിടെ പറ്റൂല, അതിവിടെ ഉണ്ടാവില്ല. അപ്പൊ ഈ പരിമിതിക്കുള്ളിലേ നമുക്ക് നിൽക്കാൻ പറ്റൂ. അള്ളാഹു നല്ല ബോധം നൽകട്ടെ. ഇനി ഇങ്ങോട്ട് നോക്കി. ഇനി ചിരിയും കളിയെന്നില്ല. ഇങ്ങോട്ട് നോക്ക്. ഒരു ആയത്ത് ഖുർആൻ എപ്പോഴും നമ്മൾ ഓതുന്ന സൂറത്തുൽ വാഖിയ. എല്ലാ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുക. നിന്റെ ജീവിതത്തിന്റെ ദാരിദ്ര്യം മാറി കിട്ടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. മഗ്രിബിന് ശേഷം സൂറത്തുൽ വാഖിയ സഹോദരിമാര് കേട്ട. മഗ്രിബിന് ശേഷം ദുബൈ മാളിലല്ല പോകേണ്ടത്. മഗ്രിബിന് ശേഷം എല്ലാ മഗ്രിബിന് ശേഷം ദുബൈ മാളിൽ പോകരുത്. മഗ്രിബിന് ശേഷം വാഖിയ സൂറത്ത് ഓതണം. ഭർത്താവ് ബിസിനസ് ചെയ്യുന്നു, നീ വീട്ടിയിരിക്കുന്നു. ഭർത്താവിന്റെ ബിസിനസ്സിൽ കുടുംബത്തിൽ ബറക്കത്തുണ്ടാകും, ദാരിദ്ര്യമില്ലാതാവും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പഠിച്ചാലോ ഇൻഷാ അല്ലാഹ്. ഇനി ചെയ്യൂലേ? എന്നിട്ട് ചെയ്യുമ്പോ ബിർസാന് വേണ്ടി ദുആ ചെയ്യൂലേ? ونحن فلولا إذا بلغت الحلقوم وأنتم حينئذ تنظرون ونحن أقرب إليه منكم ولكن لا تبصرون. അല്ലാഹ് പറയുകയാണ്, ഫലൗലാ, മോനെ നീ വിചാരിച്ചതുപോലെയുള്ള കാര്യങ്ങളുടെ കിടപ്പ്. ഇദാ ബലഗത്തിൽ ഹുൽഖൂം, നിന്റെ റൂഹ് നിന്റെ തൊണ്ടക്കുടിയിലെത്തി നിൽക്കുമ്പോ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ വളരെ അടുത്ത സുഹൃത്ത്, തൃശ്ശൂർ ജില്ലയിലെ എന്റെ അടുത്ത, ഞാൻ നേരത്തെ പറഞ്ഞൊരു ആത്മാർത്ഥ ബഹുമാനപ്പെട്ട അബൂബക്കർ കാസിമി, ഖത്തർ ഇസ്ലാമിക് പ്രസിഡന്റാണ്. എന്റെ വളരെ ഹബീബാണ്. അള്ളാഹു നരകത്തിൽ തരട്ടെ. ഇന്ന് അബുദാബിയിൽ ഒരു മികച്ച സാമൂഹ്യ പ്രവർത്തകരുടെ അവാർഡ് വാങ്ങിച്ചിട്ട്, കുന്നംകുളം മേഖലയുടെ അവാർഡ് വാങ്ങിച്ചിട്ട് അവിടെ നിങ്ങോട്ട് എത്തിയതാണ്. അള്ളാഹു നല്ല ആഫിയത്ത് നരകത്തിൽ കൊടുക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ونحن أقرب إليه منكم ولكن لا تبصرون. അല്ലാഹ് പറയുകയാണ്, മോനെ നീ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങളുടെ കിടപ്പ്. നിന്റെ ജീവിതത്തിലോട്ട് കടന്നു വരും. ആരെന്നറിയോ? മലക്കുൽ മൗത്ത് അസ്റായീൽ നിന്റെ ജീവിതത്തിലോട്ട് കടന്നു വരുമ്പോ വീട്ടിലെ കിടപ്പറയിലെ കട്ടിലിൽ നീ കിടക്കുകയാണ്. നിന്റെ ഭാര്യ നിന്റെ കട്ടിലിന്റെ ചാരത്തുണ്ട്, നിന്റെ ഉമ്മ നിന്റെ കട്ടിലിന്റെ ചാരത്തുണ്ട്, നിന്റെ മക്കൾ നിന്റെ കട്ടിലിന്റെ ചാരത്തുണ്ട്. അവരെല്ലാവരും നിന്റെ അടുക്കൽ നിന്ന് നിലവിളിക്കുകയാണ്. അല്ലാഹ് ചോദിക്കുകയാണ്, വനഹിനു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. എടാ മോനെ, അവരെക്കാൾ അടുത്ത് ഞാനുണ്ടല്ലോ, പക്ഷേ നീ എന്നെ കാണുന്നില്ല. മകന്റെ മരണം നേരിട്ട് കാണുകയാണ് പ്രിയപ്പെട്ട ഉമ്മ. പ്രിയപ്പെട്ട ഉമ്മയുടെ 2-ാം ഭാഗം പറയുമ്പോ മകൻ കിടന്ന് പിടയുന്നത് കാണുകയാണ് പ്രിയപ്പെട്ട ഉമ്മ. ഭാര്യ കാണുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹിക്കാൻ കഴിയാത്ത അവസ്ഥ ഇതല്ലയോ? യഥാർത്ഥത്തിൽ എന്റെ ഉമ്മയുടെ അടുക്കൽ ചെന്നിട്ട് നിങ്ങൾക്കൊരാൾക്കും പറയാൻ കഴിയില്ല അഹമ്മദ് കബീർ മരിച്ചുപോയെന്ന്. എന്റെ ഉമ്മയുടെ മുമ്പിൽ പറയാൻ കഴിയില്ല. കാരണം ഒരു ഉമ്മയ്ക്ക് സഹിക്കാൻ കഴിയാത്ത, ഒരു വാപ്പയ്ക്ക് സഹിക്കാൻ കഴിയാത്ത, അല്ലാഹുവേ മരിക്കുന്നത് വരെ മക്കളുടെ മരണം കൺമുമ്പിൽ കാണേണ്ട ഒരവസരങ്ങളിൽ ആർക്കും നീ വരുത്തല്ലേ അല്ലാഹുവേ, വരുത്തല്ലേ അല്ലാഹുവേ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളെ കബറിൽ പിടിമണ്ണ് മാറിയിടേണ്ട ഒരവസ്ഥ നീ വരുത്തല്ലേ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒരു മാതാവിനും പിതാവിനും താങ്ങാൻ കഴിയാത്ത അവസ്ഥ അതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അബൂബക്കർ കാസിമിയുടെ സുഹൃത്ത്, എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ വാത്സല്യത്തോടെ സ്നേഹിക്കുന്ന സുഹൃത്ത്, ഈ പ്രവാസ മണ്ണിൽ അങ്ങോളം ഇങ്ങോളം ഫാത്തിമ സൂപ്പർ മാർക്കറ്റിന്റെ MD ബഹുമാനനായ മുസാഹാജിയുടെ 6 വയസ്സുള്ള മകൻ മരണപ്പെട്ടു അപകടത്തിൽ ഇവിടെ വെച്ച്. അദ്ദേഹത്തിന്റെ കടയിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട ഹബീബ് വന്ന് പറയുമ്പോ 6 വയസ്സുള്ള മകൻ റോഡ് ക്രോസ് ചെയ്യുകയാണ്. വാഹനം കടന്നു വന്നു. 6 വയസ്സുള്ള മകനെ വാഹനം ഇടിച്ചു തെറിപ്പിച്ചു. അല്ലാഹു നാളെ ഉപ്പയ്ക്ക് ആ മകനെ സ്വർഗത്തിൽ കാണാൻ തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആർക്കറിയാം,
നമുക്കറിയോ എന്റെ വീട്ടിൽ നിന്ന് മിനിഞ്ഞാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇവിടേക്ക് ഇറങ്ങുമ്പോ സാധാരണ ചെറിയ ബാഗുമായിട്ടാണ് ഇറങ്ങുക. വലിയ ബാഗുമായിട്ട് രാവിലെ രാത്രി 1 മണിക്ക് എഴുന്നേറ്റ് പ്രിയപ്പെട്ട സുഹൃത്ത് ഖാദർ സാഹിബ് കൂടെ വിളിക്കും, ഉസ്താദേ ഫ്ലൈറ്റ് മറന്നു പോകരുത്. 1 മണിക്ക് എഴുന്നേക്കുമ്പോ ഉറക്കച്ചടവോടെ ചാടി എഴുന്നേറ്റിട്ട് ഇറങ്ങുന്ന എന്റെ അടുക്കൽ വന്ന് എന്റെ ഇടത്തെ കവിളിലും വലത്തെ കവിളിലും മുത്തം നിന്ന എന്റെ പ്രിയപ്പെട്ട 2 മക്കൾ, 7 വയസ്സുകാരൻ നിഹ്സാൻ അഹമ്മദും 4 വയസ്സുകാരൻ സിനാൻ അഹമ്മദും 2 കവിളിൽ മുത്തം തരുമ്പോ വലിയ ബാഗ് കണ്ടപ്പോഴേ എന്റെ ഇളയമോ ചോദിച്ചു, വാപ്പി എന്നാ വരിക? അവനറിയാം ഉടനെ തിരിച്ചു വരില്ലെന്ന്. തിരിച്ചു വരുമ്പോ കളിപ്പാട്ടം കൊണ്ടുവരണേ, ചോക്ലേറ്റ് കൊണ്ടുവരണേ, ഒരേ ആവശ്യങ്ങൾ പറഞ്ഞ് 2 കവിളിലും മുത്തം തന്ന് അവസാന മക്കളോട് പറഞ്ഞിട്ടാണ് വന്നത്, മക്കളെ ചൊവ്വാഴ്ച ദുബൈയിൽ നിന്ന് 9:30 മണിക്കുള്ള ഫ്ലൈറ്റിൽ കയറി രാവിലെ മക്കൾ എഴുന്നേക്കുമ്പോ ഉപ്പ മുമ്പിലുണ്ടാകുമെന്ന് പറഞ്ഞിട്ടാ വന്നത്. ആർക്കറിയാം സഹോദരങ്ങളെ, ചൊവ്വാഴ്ച രാത്രി അഹമ്മദ് കബീർ ബാക്കവി കൊല്ലത്ത് ആയിരുള്ള എന്റെ കൊച്ചു വീട്ടിലെത്തുമോ? അതല്ല ഈ പാവപ്പെട്ടവന്റെ 3 വെള്ളത്തുണിയിൽ പിടിഞ്ഞ മയ്യത്താകുമോ എത്തുക? വിധിയുടെ ഒരു കളിപ്പാട്ടം പോലെ പിതാവ് മുമ്പിൽ വന്ന് നിൽക്കുമ്പോ പ്രിയപ്പെട്ട മക്കൾ എന്നെ മയ്യത്തിന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുമ്പോ പ്രിയപ്പെട്ട ഉപ്പ 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 എന്ന് തരാൻ പറയുമ്പോ ആ സമയത്ത് ആർക്കറിയാം എനിക്ക് മറുപടി പറയാൻ കഴിയോ? ഒന്ന് ചിന്തിക്ക് സഹോദരങ്ങളെ, ഒന്ന് ചിന്തിക്ക് ചെറുപ്പക്കാരെ. ആ സമയത്ത് എനിക്ക് മറുപടി പറയണമെന്നുണ്ട് മക്കളെ, പക്ഷേ പറയാൻ കഴിയുന്നില്ലല്ലോ. എന്റെ തൊണ്ടക്കുടിയിൽ വെള്ളം വറ്റിപ്പോയല്ലോ. നമ്മൾ കരിന്തിരികൾ, നമ്മൾ കരിയിലകൾ, നമ്മിലെ നമ്മൾക്ക് ദാഹമില്ല. തൊണ്ട വരളുന്നുണ്ടെങ്കിൽ മടിക്കണ്ട, നാവിന്ന് നാരായ മുനകളല്ല. നാരായ മുനയേക്കാൾ മൂർച്ചയുള്ള നാവിന് അനങ്ങാൻ കഴിയുന്നില്ല. മക്കളെ എന്ന് പറയാൻ കഴിയുന്നുണ്ട്, മക്കളെ പറയണമെന്നുണ്ട്. പക്ഷേ എന്റെ തൊണ്ടക്കുടിയിൽ വെള്ളം വറ്റിപ്പോയല്ലോ. ആരാ മിണ്ടാങ്കടിയാടെ കിടക്കുന്നതാരാ? ഞാൻ ആദ്യമായിട്ട് വാത് തുടങ്ങുന്ന സമയം 7-8 മണിക്കൂറൊക്കെ നിർത്താതെ വാത് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയാത്തിൽ നിന്ന് സനത് വാങ്ങിച്ചിറങ്ങി ഇടുക്കി ജില്ലയിലെ തൂക്കുപാലത്ത് ജോലി ചെയ്യുമ്പോ അടിമാലിക്കടുത്തൊരു കൊച്ചു ഗ്രാമത്തിന് 9 മണിക്ക് വാത് തുടങ്ങി. തീർത്തപ്പോൾ സുബഹിന്റെ വാങ്ങി വിളിച്ചു. കാരണം അങ്ങൊരാവേശമാണ്, പറയാനുള്ള ആവേശം. ഇപ്പോഴല്ലേ 2 മണിക്കൂറായത്. 7 മണിക്കൂർ വാത് പറഞ്ഞ ഞാൻ 2 വാക്ക് പറയാൻ കഴിയാതെ തൊണ്ടക്കുടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. മക്കളെ മക്കളെ കരയേണ്ട മക്കളെ, ഹശർ മേ ഫിർ മിലേ മേരെ ദോസ്തോ ബസ് ഗയി മഖാം ആഖരി ആഖരി. മക്കളെ ഹശർ മേ ഫിർ മിലേംഗേ, ഇൻഷാ അല്ലാഹ് വാപ്പ പോവുകയാണ്. ഇനി നമുക്ക് പരലോകത്ത് വെച്ച് കാണാം. ഇനി നമുക്ക് പരലോകത്ത് വെച്ച് കാണാൻ. കാണേണ്ടവരല്ലേ? നമ്മുടെ ഉമ്മയെ കാണണ്ടേ, നമ്മുടെ ഉപ്പയെ കാണണ്ടേ? മരിച്ചിട്ട് ഈ മണ്ണിലടങ്ങിയാൽ തീരുന്ന ബന്ധമല്ല. മകന് മാതാവും തമ്മിലുള്ള ബന്ധം, മകന് പിതാവ് തമ്മിലുള്ള ബന്ധം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ഇസ്ലാമിന്റെ ഏറ്റവും വലിയ കടപ്പാടനാണ് കുടുംബ ബന്ധങ്ങൾ. അതിനോടെ മണ്ണിലരിഞ്ഞ് ചേരുന്നതല്ല. ഒരു മനുഷ്യൻ മണ്ണിലരിഞ്ഞ് ചേർന്നാലും അവന്റെ ബന്ധങ്ങൾ പിരിയുന്നതല്ലെന്ന് വിശുദ്ധ ഖുർആൻ. ആ സമയത്താണ് മക്കളോട് പറയുന്നത്, മക്കളെ ആ സമയത്ത് ഭാര്യയുടെ നിലവിളി കേൾക്കാം, മക്കളുടെ നിലവിളി കേൾക്കാം. അപ്പോൾ സഹോദരങ്ങളെ, നിശബ്ദമായി നിലവിളിയേണ്ടത് ആരുടെ നിലവിളിയാ? ജീവിതത്തിൽ നിശബ്ദമായി കരയുന്നതാരാ? നമ്മുടെ ഉമ്മ. നമ്മുടെ ഉമ്മ മരണസമയത്ത് നമ്മുടെ ഉമ്മയുടെ അവസ്ഥ എന്താ? ഉമ്മയുടെ കരച്ചിലാരും കേൾക്കുകയില്ല, ഉമ്മയുടെ കരച്ചിലാരും കേൾക്കുകയില്ല. മാതാവിന്റെ ഗർഭാശയത്തിൽ 1 സ്പൂൺ ദ്രാവകം വെള്ളം വലിപ്പമുള്ള ഗർഭാശയത്തിന്റെ ഉള്ളിൽ ഒരു രേതസ്കണമായി കടന്നു വന്ന് പിന്നെ ആംനിയോണായി, കോറിയോണായി, പ്ലാസന്റയായി 3 ആവരണങ്ങളായി പൊതിഞ്ഞ് 9 മാസവും 9 ദിവസവും ഉമ്മ ഇങ്ങനെ ചുമന്നിട്ട് നടക്കുകയാണ്. ഉമ്മയ്ക്ക് അസ്വസ്ഥതകളുണ്ട്, ഉമ്മ ഛർദിക്കുന്നുണ്ട്, ഉമ്മയ്ക്ക് കിടന്നാൽ ഉറക്കമില്ല. ആ സമയത്തും ഉമ്മയുടെ കണ്ണ് നിറഞ്ഞു. പക്ഷേ സഹോദരങ്ങളെ, ഉമ്മയുടെ കരച്ചിൽ നമ്മൾ വെളിയിൽ കേട്ടില്ല. പാതിരാ സമയത്ത് ഉമ്മ തിരിഞ്ഞു കിടക്കുമ്പോൾ ഉമ്മയ്ക്ക് വേദനയുണ്ടായി. ഗർഭിണിയായ ഉമ്മ, ഉമ്മയുടെ കണ്ണിന് കണ്ണുനീര് നനഞ്ഞു. അപ്പോഴും ഉമ്മയുടെ കരച്ചിൽ വെളിയിൽ കേട്ടില്ല. അവസാന പ്രസവത്തിന്റെ സമയമായി. ലേബർ റൂമിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ഉമ്മയെ കൊണ്ടുപോയി. പ്രസവത്തിന്റെ വേദന മരണത്തിന്റെ സമാനമായ വേദന. ഒരു ഉമ്മയുടെ പ്രസവ വേദന എന്ന് പറഞ്ഞാൽ 40 എല്ലുകൾ, മനുഷ്യ ശരീരത്തിലെ 40 എല്ലുകൾ ഒരേ സമയത്തൊടിഞ്ഞാൽ ഏത് വേദനയാണോ ആ വേദനയാണ് പ്രസവത്തിന്റെ വേദന.
40 എല്ലുകൾ 40 അസ്ഥികൾ ഒരേ സമയത്തൊടിഞ്ഞ ഏത് വേദനയാണോ ആ വേദനയാണ് ഉമ്മ സഹിച്ചത്. പക്ഷേ ലേബർ റൂമിന്റെ ഉള്ളിൽ ഉമ്മയുടെ നിലവിളി നമ്മൾ വെളിയിൽ കേട്ടില്ല, കുഞ്ഞിന്റെ നിലവിളിയാണ് വെളിയിൽ കേട്ടത്. അപ്പോഴും ഉമ്മ കരഞ്ഞില്ല. ഉമ്മയുടെ കരച്ചിൽ എങ്ങനെയാണ് സഹോദരങ്ങളെ? വെളിയിൽ കേൾക്കാത്ത കണ്ണുനീര് മാത്രമുള്ള നിലവിളി ശബ്ദമില്ല. അപ്പോഴും ഉമ്മയുടെ നിലവിളി കേട്ടില്ല, മകന്റെ നിലവിളിയാണ്, കുഞ്ഞിന്റെ നിലവിളിയാണ് കേട്ടത്. 40 എല്ല് ഒരേ സമയത്തൊടിയുന്ന വേദന സഹിച്ചെന്നെ പ്രസവിച്ചിട്ടു കരച്ചിലിന്റെ നിലവിളിയുടെ ശബ്ദം കേൾക്കാതെ എന്നെ പ്രസവിച്ചു ഉമ്മ. കൈവെള്ളയിലോട്ട് കടന്നു വരുമ്പോ പിതാവില്ലാതെ വൈദവ്യത്തിന്റെ ഭാവഭാരം പേറി എങ്ങനെയാണ് എന്റെ കൺമണികളെ വളർത്തുന്നതെന്നറിയാതെ തക്കാളിപ്പെട്ടിയുടെ പലക ചേർത്ത് വെച്ചുണ്ടാക്കി ഒരു വാതിലുണ്ടാക്കി ചോർന്നലിക്കുന്ന ഒരു ചെറ്റപ്പുരയിൽ 10 മടം നീളമില്ലാത്തൊരു വീതിക്കുള്ളിൽ നിലത്ത് കിടന്നിറങ്ങി മക്കളെ വളർത്തുമ്പോഴും പാതിരാ സമയത്തും കീറിപ്പറഞ്ഞ തടമ്പായി കമിഴ്ന്ന് കിടന്ന് കരഞ്ഞു. പക്ഷേ തൊട്ടടുത്ത് കിടക്കുന്ന ഞങ്ങളുടെ ശരീരത്തിൽ ഒരു തണുപ്പേ ഉണ്ടായുള്ളൂ. അത് ഉമ്മയുടെ കണ്ണുനീരിന്റെ തണുപ്പായിരുന്നു. നിലവിളി കേട്ടിട്ട് ഞങ്ങൾ ഇതേവരെ എഴുന്നേറ്റിട്ടില്ല. അന്നും ഉമ്മ കരഞ്ഞു. ഉമ്മയുടെ കരച്ചിലിന് നിശബ്ദതയാണ്. അവസാനം മക്കളെ വളർത്താൻ വേണ്ടി പാടുപെട്ട് 10-25 വർഷം കരിങ്കല്ല് ചുമന്ന് നടക്കുമ്പോഴും രാവിലെ മുതൽ വൈകുന്നേരം വരെ മുണ്ട് മുറുക്കി ഉടുത്ത് വൈകുന്നേരം ഒരു പലഹാരത്തിന്റെ ചിന്തുമായി വന്ന് വായിലേക്ക് ആ പലഹാരം വെച്ച് തരുമ്പോഴും ഒരു പലഹാരത്തിന്റെ ആണ്ടിൽ ഒരിക്കൽ ഈ വായിലേക്ക് വെച്ച് തരുമ്പോ സന്തോഷത്തോടെ വാങ്ങി തിന്നുമ്പോ ഉമ്മ തിരിഞ്ഞു നിന്നിട്ട് കരയുന്നത് ഞങ്ങൾ കണ്ടു. അന്ന് ഉമ്മയുടെ കണ്ണുനീരിനെ നനവുണ്ടായിരുന്നു, നിലവിളിക്കില്ല. എങ്ങനെ എന്റെ മക്കളെ വളർത്തു? ഇവരാരാവും? ഇവര് വളർന്നു വന്നാൽ ഒരു കട്ടപ്പാട് തീരുമെന്ന് കരുന്ന് വളർത്തി. അവസാനം വളർന്ന് മോൻ ഹാഫിളായി. അപ്പോൾ കെട്ടിപ്പിടിച്ചു തേങ്ങിക്കരഞ്ഞു, മോനെ സ്വർഗത്തിന് ഒരു കിരീടം നീ എന്റെ തലയിൽ വെച്ച് തന്നല്ലോ. അന്ന് ശബ്ദമുണ്ടായിരുന്നില്ല. വളർന്ന് അവസാനം ഒരു ഭാര്യയുടെ കൈ പിടിച്ചു പോകുമ്പോ, ഒരു സാലികത്തായ ഭാര്യ സ്നേഹമയ്യ ഒരു ഭാര്യയുടെ കൈ പിടിച്ചു പോകുമ്പോ, സ്വന്തം വീട്ടിലെ ചെറ്റക്കൂരയിൽ നിന്നിറങ്ങി പള്ളിയിലേക്ക് തന്റെ ഭാര്യയുടെ കൈ പിടിച്ചു പോകുമ്പോ ആ ചോർന്നിരിക്കുന്ന കൂരയുടെ മൂലയിൽ നിന്ന് ഉമ്മയുടെ കണ്ണിന് വെള്ളം വരുന്നത് കണ്ടു. അന്നും ഉമ്മയുടെ നിലവിളി കേട്ടില്ല, അന്നും നിലവിളിയില്ല. അവസാനം മക്കളായി. നമ്മുടെ മക്കളെ നമ്മളൊക്കെ സ്നേഹത്തോടെ മടിയിലിരുത്തി താരാട്ടുമ്പോ അന്നും ഉമ്മയുടെ സ്നേഹം എന്തെന്ന് തിരിച്ചറിഞ്ഞു. പക്ഷേ കരച്ചിൽ കേട്ടില്ല. അവസാനം 10-25 വർഷം കരിങ്കല്ല് ചുമന്ന് വളർത്തിയ മകന് ഇന്ന് നാടും കടന്ന് കടലും കടന്ന് ഈ പ്രവാസ മണ്ണിൽ നിൽക്കുമ്പോ ആയിരങ്ങൾ അവനെ സ്നേഹിക്കുമ്പോ അത് കേട്ട് അകലെ നിന്ന് ആരുമറിയാതെ സന്തോഷത്തിന്റെ കണ്ണുനീര് പൊഴിച്ചു ഉമ്മ. നിശബ്ദമായ ദുആയുമായി ഇറങ്ങിയാലുടനെ നിസ്കാരപ്പായിൽ തിരിച്ചു വരുന്നത് വരെ ദുആയുമായി നിന്ന ഉമ്മയുടെ കരച്ചിൽ നിസ്കാരപ്പായിലും വീണു. മകൻ ഗൾഫിലാണ്. എന്റെ സഹോദരങ്ങളെ ഉമ്മയെ ഓർക്കുന്നില്ല. തിരിച്ചു വരുന്നത് വരെ രാത്രിയിൽ അസ്വസ്ഥതയായി തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന ഉമ്മ. അലാറം വെച്ചിട്ട് എവിടെ എത്തി മോനെ എന്ന് ചോദിക്കുന്ന ഉമ്മ. ആ ഉമ്മയുടെ കരച്ചിൽ കേട്ടില്ല. ആ ഉമ്മയുടെ മുമ്പിലാണ് ഒരു ദിവസം 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ മകന്റെ മയ്യത്ത് വന്നത്. ഭാര്യ മക്കൾ ഉറക്ക നിലവിളിച്ചു, പ്രിയപ്പെട്ട ഭർത്താവേ പോവുകയാണോ? ഉപ്പാ പോവുകയാണോ? അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം ചെയ്യാടെന്ന് നീ കിടക്കുന്നേ. മക്കള് വാപ്പാന്ന് വിളിക്കുന്നുണ്ട്. ഭാര്യയുടെയും മക്കളുടെയും കരച്ചിന് വീട്ടിൽ കേൾക്കാം. അപ്പോഴും ഉമ്മയുടെ കരച്ചിന് നിശബ്ദമാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, മരണ വീട്ടിൽ ഒച്ചത്തിന് കേൾക്കുന്ന ശബ്ദം ആ നിലവിൽ ഒന്നെങ്കിലും ഭാര്യയുടേതാണ്, അല്ലെങ്കിൽ മക്കളുടേതാണ്. അപ്പോഴും മുറിയുടെ ഏതോ മൂലയിൽ കയ്യാലോ കാണാണോ വളരുന്നതെന്ന് നോക്കി വളർത്തിയ ഉമ്മ പൊന്നുമോൻ ഇങ്ങനെ മലർന്നു കിടക്കുമ്പോ ഉമ്മ മുറിയുടെ നിശബ്ദതയിൽ നിന്ന് തേങ്ങിക്കരഞ്ഞ് ശബ്ദം കേട്ടില്ല. അവസാനമാണ് വീട്ടിലൊരു ശബ്ദം വന്നത്. കാണേണ്ടവരെല്ലാം കണ്ടോളുക, മയ്യത്തെടുക്കാൻ പോവുകയാണ്. 3 വെള്ളത്തുണി വന്നു, പൊതിഞ്ഞു കെട്ടി 4 പേരുടെ തോളിലേക്ക് സ്വന്തം വീടിനോട് വിട പറയുമ്പോ അപ്പോഴാണ് ജീവിതത്തിൽ ആദ്യമായി ഉമ്മയുടെ നിലവിളി നമ്മൾ ഒച്ചത്തിൽ കേട്ടത്. വീടിന്റെ ഉള്ളിൽ നിന്ന് ക്ഷമ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടുപോയോ കാണലെന്നാ നിന്നെ. ക്ഷമ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടുപോയോ കാണലെന്നാ നിന്നെ. കൺമണിയെ പോവുകയാണോ?
ഉദരത്തിൽ നിന്ന് വന്ന് പിന്നൊരു മണ്ണിന്റെ ഉദരത്തിലേക്ക് നീ യാത്ര ചെയ്യുമ്പോ കൺമണിയെ പോവുകയാണോ, കൈവിട്ടു പോയോ കാണലെന്നാ നിന്നെ, നിന്റെ മുകളിലേക്ക് മണ്ണ് വന്ന് വീഴുകയാണല്ലോ. കൺമണിയെ ഇനി എന്നാ നിനക്ക് കാണാൻ കഴിയുക, ഇനി എന്നാണ് നിന്നെ കാണാൻ കഴിയുക എന്നാദ്യമായി ഉമ്മയുടെ നിലവിളി വീടിന്റെ ഉള്ളിൽ നിന്ന് ഉറക്കെ കേൾക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോഴാണ്. പോവുകയല്ലേ, പോവുകയല്ലേ, ആരുടെ മണ്ണിലേക്ക് പോവുകയല്ലേ? പള്ളിക്കാട്ടിലെ ഖബറിന്റെ ഉള്ളിൽ ഇന്നാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖറാ. ആരുടെ മണ്ണിലായി ഇനി എന്നാ ഉമ്മയെ കാണുക, ഇനി ഉമ്മയെ കാണും, ഇനി ഉമ്മയെ കാണും. ആറടി മണ്ണിന്റെ ഉള്ളിൽ മണ്ണോട് ചേർത്ത് കഴിഞ്ഞാൽ സഹോദരങ്ങളെ ഉമ്മ എന്ന വിഷയം അവസാനിക്കുന്ന ഒരു വിഷയമല്ല. ആറടി മണ്ണിലേക്ക് കൊണ്ടുപോയി അള്ളാഹു നമുക്ക് മരണചിന്ത നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ മരിക്കുമെന്നുള്ള ബോധം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ മരിക്കുമെന്നുള്ള ബോധം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ അതിന്റെ ഇടയിൽ എന്റെ പ്രിയപ്പെട്ട പ്രവാസികളോട്, നിങ്ങളുമായി കണ്ട് ഈ ശാരദയിലെ പ്രവാസികളെ കണ്ട് തിരിച്ചു പോകുമ്പോ അഹമ്മദ് കബീർ ഒരു വാക്ക് നിങ്ങൾക്ക് വിട്ടിട്ട് പോവുകയാണ്. മറന്നു പോകരുത്, മറന്നു പോകരുത്. മനസ്സിന്റെ ഉള്ളിൽ ഉസ്താദെ നന്നാവണമെന്ന് ആഗ്രഹമുണ്ട്. എത്രയാളുകൾ ഒരു ദിവസം എനിക്ക് വരുന്ന ഫോൺ കോളുകളിൽ ഭൂരിഭാഗം ഗൾഫിൽ നിന്ന്, ദുബൈയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വിളിച്ചു, ഉസ്താദെ രാവിലെ ഇറങ്ങുമ്പോ റോഡ് നിരത്തുകളിൽ പോലും പെണ്ണും ആണും പോകുന്നത് കാണുമ്പോ ആ സമയത്ത് ഉസ്താദെ ഈമാൻ നഷ്ടപ്പെട്ടു. ഈമാൻ നഷ്ടപ്പെടാൻ അധികം ഒന്നും പോകണ്ട, JBR പോയാൽ ഞാൻ അവിടെ എത്തിയപ്പോ തന്നെ ഇന്നലെ കണ്ണടച്ച് കിടന്നുറങ്ങി. JBR എത്തിയപ്പോഴാണ് ഞാൻ കണ്ണടച്ച് അവിടെ കിടന്നുറങ്ങി. ഉസ്താദെ ആ സമയത്ത് നിയന്ത്രണം വിട്ടുപോകുമ്പോ എന്റെ മനസ്സ് തെറ്റിലേക്ക് പോകുമെന്ന് ഉസ്താദ് ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു. ഉസ്താദെ ആ സമയത്ത് മൊബൈൽ ഓൺ ചെയ്തിട്ട് ലോകാവസാനം കേൾക്കും. ആ സമയത്ത് എല്ലാം മാറും. ആ റീചാർജ് അടുത്ത ഒരാഴ്ച വരെ നിലനിൽക്കും. അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന എനിക്ക് വേണ്ടി കണ്ണൂരുള്ള ഒരു പയ്യൻ, അവൻ കണ്ണൂർ കല്യാണം കഴിഞ്ഞ ഒരു മാസമായതുള്ളൂ ഇവിടെ വന്നു. ആ കുട്ടി പ്രസംഗം കേട്ടിട്ട് ഇവിടെ നിന്ന് തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിറങ്ങി. വന്ന് എന്റെ വീട്ടിൽ വന്ന് എന്നെ കണ്ട് കുറെ സമ്മാന പൊതികളൊക്കെ തന്നു. പിന്നെ ഭാര്യയുടെ എടുക്കരുത്, പിന്നെ ഭാര്യയുടെ എടുക്കരുത്. കണ്ണൂർ ജില്ലക്കാരുണ്ട് അവിടെ, കണ്ണൂർ ജില്ലക്കാരുണ്ട്. ഒന്ന് കൈ, കണ്ണൂർ ജില്ലക്കാർ. ഭാര്യയുടെ വീട്ടിൽ താമസിക്കണവർ. പക്ഷെ അതെന്തിനാ ഞാൻ പറഞ്ഞത്? ഇങ്ങോട്ട് അവർക്കൊരു വലിയ ഗുണമുണ്ട്, അത് പറയാൻ വേണ്ടിയാ. നിങ്ങൾ ചിരിക്കണ്ട, ഇങ്ങോട്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അബുദാബി വന്നപ്പോ കണ്ണൂർ KMCCയുടെ മാടായി KMCCയുടെ പരിപാടി. അപ്പൊ ഞാൻ അവിടെ വെച്ച് പറഞ്ഞു ഇങ്ങനെ ഭാര്യയുടെ വീട്ടിൽ അറയിൽ താമസിക്കും. അപ്പൊ എന്റെ ഒരു സുഹൃത്തുണ്ട് HAP അഷറഫ് സാഹിബ്. അഷറഫ് എന്നോട് ഉസ്താദെ കണ്ണൂരുകാർക്കൊരു പ്രത്യേകതയുണ്ട്, അവര് താമസിക്കുന്ന ഭാര്യയുടെ വീട്ടിലാണ്. പക്ഷെ എന്നാ പോലും ഗൾഫിൽ നിന്ന് പോയ ആദ്യം ഉമ്മാടെ അടുത്ത് പോയിട്ട് ഭാര്യയുടെ എടുക്കുന്നത്. ഇപ്പൊ ഭാര്യയുടെ വീട് കഴിഞ്ഞിട്ടാണ് തറവാട്. എയർപോർട്ടിൽ നിന്ന് പോയാൽ ഭാര്യ, ആ വീട് കഴിഞ്ഞിട്ടാണ് ഉമ്മ. പക്ഷെ എന്നാ പോലും 2-3 വർഷമായിട്ട് കാണാത്ത ഭാര്യ അവിടെ വണ്ടി നിർത്തില്ല. നേരെ കണ്ണൂരുകാർ ഉമ്മയുടെ അടുക്കല് പോകും. ഉമ്മയെ കാണുമ്പോൾ ഉമ്മ പറയും, മോനെ പോയി നിന്റെ പെണ്ണിനെ കണ്ടിട്ട് വരാൻ പറയും. ഉമ്മയുടെ അടുത്ത് പോയിട്ട് അവരവിടെ വരും. അത് കണ്ണൂരുകാർക്കുള്ള വലിയൊരു നല്ല സ്വഭാവം. വിഷമം അറിയില്ല, അത് പറയാനാ ഞാൻ പറഞ്ഞത്. ഭാര്യയുടെ വീട്ടിൽ താമസിക്കുന്നു കണ്ണൂരുകാരെ കുറിച്ച് പറയുമ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന്. 2 വർഷമായി ഭാര്യയെ കണ്ടിട്ട് അത് കടന്നിട്ട് പിന്നെ ഉമ്മയുടെ അടുക്കൽ പോയിട്ട് ഒരു അസാമാന്യ സ്നേഹം വേണോ? ആ ഉമ്മയെ നമുക്ക് കാണാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഉമ്മയെ നാളെ എല്ലാവരും മരണപ്പെട്ടു, എല്ലാവരും ഖബറിന്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നമ്മുടെ ഖബറിലേക്കെത്തി എല്ലാവരും മണ്ണിട്ട് തിരിച്ചുപോയി കഴിഞ്ഞാൽ നമുക്കതിനു മുമ്പേ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, നമ്മുടെ ഉമ്മ മരിച്ചിട്ടുണ്ട്, നമ്മുടെ വാപ്പ മരിച്ചിട്ടുണ്ട്. മകന്റെ മയ്യത്ത് ഖബറിലേക്ക് എത്തിയാൽ മരണപ്പെട്ടു പോയ ഉമ്മാന്റെ റൂഹ് മകനെ കാണാനെത്തുമെന്ന്, വാപ്പയുടെ റൂഹ് മകനെ കാണാനെത്തുമെന്ന്. ആരുടെ മണ്ണിലിട്ടിട്ടല്ല അവരെ തിരിച്ചുപോയി. ആ സമയത്ത് സ്നേഹമുള്ള ഉമ്മ, സ്നേഹമുള്ള വാപ്പ, നമ്മുടെ മുമ്പ് മരണപ്പെട്ടു പോയ കൂടപ്പുറപ്പുകൾ, അവരുടെ റൂഹുകൾ നമ്മളെ കാണാനെത്തും. മകനെ ആരുടെ മണ്ണിന്റെ ഉള്ളിൽ തീർന്നില്ല സഹോദരങ്ങളെ. ഇത് മണ്ണിന്റെ മുകളിൽ അവസാനിക്കുന്ന ബന്ധമല്ല, ഇത് പൊക്കൽ കൊടിയുടെ മാത്രം ബന്ധമല്ല, ഇത് ഗർഭാശയത്തിന്റെ ബന്ധമല്ല. മരിച്ചു കഴിഞ്ഞ് മണ്ണിന്റെ അടിയിൽ വെച്ചാലും ഉമ്മയും വാപ്പയും നമ്മളെ കാണാൻ ഇവിടെ ആദ്യ സന്ദർശകരായി എത്തും.
എത്തും. 6 അടി മണ്ണിന്റെ ഉള്ളിൽ പള്ളിക്കാട്ടിന്റെ ഉള്ളിൽ ഒരു സമാഗമമുണ്ടത്രേ. ആ സമാഗമമാണ് ഉമ്മയും മക്കളും തമ്മിൽ കാണുന്ന സമാഗമം. അല്ലാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. മണ്ണിലേക്ക് ചെന്നാലും ഉമ്മയെ കാണും, ഉപ്പയെ കാണും, കുടുംബത്തെ കാണും. അവര് പരസ്പരം സലാം പറയും, അവര് പരസ്പരം കബറിലിരുന്ന് വിശേഷം പറയുമെന്ന് ഇതേവരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത മുഖബിറെ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ. മനസ്സിലായോ? മരിച്ചിട്ട് പോയാൽ ആദ്യം ആര് കാണാൻ വരും? ഉമ്മയുപ്പയൊക്കെ വരും കാണാൻ. അവര് സലാം പറയും, വിശേഷം പറയും. തീർന്നില്ല, ഇനി പരലോകത്തുണ്ടാകും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ പ്രവാസികളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാ, ഈ ഒരു ചിന്ത, നാളെ മരിക്കും എന്നുള്ളൊരു ചിന്ത ഉണ്ടാവണം. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ഈ പ്രവാസ മണ്ണിലൂടെ കടന്നു പോകുമ്പോ തെറ്റുകളുടെ ലോകം നിങ്ങളെ മാടി വിളിക്കുമ്പോ അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ്, അള്ളാന്റെ തിരുദൂതരെ, നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, നല്ലവനായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കഴിയുന്നില്ല നബിയേ, എനിക്ക് നന്നാവാനൊരു ദിക്ർ പറഞ്ഞതാ നബിയേ. നബിയെ നന്നാവണമെന്ന് ആഗ്രഹമുണ്ട്, തെറ്റൊന്നും ചെയ്യാതെ നല്ല മുത്തക്കിയായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതിനൊരു മന്ത്രം പറഞ്ഞതാ നബിയെ. അള്ളാഹുവിന്റെ റസൂൽ ഒരു മന്ത്രം പറഞ്ഞു പറഞ്ഞുതരട്ടെ? ഞാൻ പറഞ്ഞുതരട്ടെ, നന്നാവാൻ ഒരു മന്ത്രം പറഞ്ഞുതരട്ടെ? ഏത് മന്ത്ര പറഞ്ഞുതരട്ടെ? ചെയ്യൂ. എത്ര പ്രാവശ്യം ചെയ്യും? എത്ര പ്രാവശ്യം ചെയ്യും? ആ മന്ത്രം എത്ര പ്രാവശ്യം ചൊല്ലി ഒരു ദിവസം? മരണം വരെ. ശരി, മന്ത്രം ഏതാണെന്നറിയാവോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ സഹാബിയോട്, നിനക്ക് നന്നാവണമോ? എന്നാൽ ചെയ്യുന്നതെല്ലാം പരലോകത്തിന് വേണ്ടി ചെയ്യേ. ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രമേതാ? നാളെ നീ മരിക്കുമെന്ന് ഉറപ്പിക്കുക. ഒരൊറ്റ മന്ത്രമേ ഉള്ളൂ. ഇന്ന് രാത്രി മുതലേ പറയാൻ തുടങ്ങണം, അല്ലാഹുവേ നാളെ ഞാൻ മരിക്കും, നാളെ ഞാൻ മരിക്കും, നാളെ ഞാൻ മരിക്കും, നാളെ ഞാൻ മരിക്കും, നാളെയാണ്, നാളെയാണ്. നാളെയാണ് എന്റെ വീടിന്റെ മുമ്പിൽ നീലട്ടാർപ്പായ വലിച്ചു കെട്ടുന്നത്. നാളെയാണ്, നാളെയാണ് എന്റെ ഭാര്യ മക്കളും എന്റെ കബറിന്റെ മാരത്ത് വന്ന് പൊട്ടിക്കരയുന്നത്. നാളെ ഞാൻ മരിക്കും എന്നുള്ള ദിക്ർ ചെല്ലുക, വേറൊരു ദിക്റും ഇല്ല. ചല ചെല്ലുവോ? ചല ചെയ്യുവോ? ഏതാ ദിക്ർ? അറബിയൊന്നുമല്ല. എന്ത്? നാളെ ഞാൻ മരിക്കും. സൗദിയിൽ വന്നിട്ട് നന്നാവണോ? JBRന് പോകുമ്പോഴോ എവിടെ ഒരു ഹറാമ് കാണുമ്പോ അതിലോട്ട് പോകാതിരിക്കാൻ പൊന്നു ചെറുപ്പക്കാരെ ഒരൊറ്റ മന്ത്രമേ ഉള്ളൂ. എന്താ? എന്താ? നാളെ 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 എന്ന് പറഞ്ഞാൽ ഇല്ല, നാളെ ഇല്ല. ഈ പള്ളിയിൽ കയറി ഇരുന്നിട്ട് നവൈത്തു സൗമ ഗദിൻ, നാളത്തെ നോമ്പ്. നാളെ അതിനെ നീ നാളെ ഉണ്ടായിട്ടുണ്ട്. നവൈത്തു സൗമ ഗദിൻ എന്ന് പറയുമ്പോ നമ്മൾ ഒരു അന്തം വിട്ട പറച്ചിലല്ലേ. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്ന തറാവിയൊക്കെ നിസ്കരിച്ചിട്ട് 20 റക്അത്ത് കഴിയുമ്പോ ഒന്ന് കണ്ണു നോക്കിയിട്ട് ഇതിപ്പോ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞ അമ്മാതിരി തീറ്റയല്ലേ, അമ്മാതിരി തീറ്റല്ലേ. നവൈത്തു സൗമ ഗദിൻ എന്ന് പറയുമ്പോ നാളെ നീ ഇല്ല. ഓർക്കാൻ ഇത് മനസ്സിൽ നിന്ന് മാറ്റരുത്. ചെയ്യൂ ഇൻഷാ അല്ലാഹ്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഒരു സഹാബി ചോദിച്ചു, പത്ര നബിയേ, അൽ യുഹ്ശറുൻ നാസു മഅ ശുഹദാ, നാളെ പരലോകത്ത് ആർക്കും ഒരു ഷഹീദിന്റെ പ്രതിഫലം കിട്ടുമോ നബിയേ? ഒരു രക്തസാക്ഷിയുടെ, ഒരു ഷഹീദിന്റെ പ്രതിഫലം ആർക്കെങ്കിലും കിട്ടുമോ നബിയേ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, കിട്ടും സഹാബി. ആർക്കാ നബിയേ? ഒരു ഷഹീദിന്റെ പ്രതിഫലം വേണോ? ഞങ്ങൾ 100 പ്രാവശ്യം ഒന്നും ചെല്ലണ്ട. ഷഹീദിന്റെ പ്രതിഫലം വേണോന്ന് പറയാം മനുഷ്യന്മാരെ. അങ്ങനെ വേണ്ടവരൊക്കെ ഒന്ന് കൈവെക്ക്. ഷഹീദിന്റെ പ്രതിഫലം അൽഹംദുലില്ലാഹ് താത്തിയിട്. പിന്നെ ഒന്നും കൈവെക്കുക, അങ്ങോട്ട് പോക്കണം. ഒരു ചെറിയ കാര്യം അതിനെ ചെയ്യൂ. കുല്ലുമൻ യദ്കുറു മൗതഹു ലൈലൻ വനഹാറൻ 20 മറ. നാളെ ആർക്കാണ് ഷഹീദിന്റെ പ്രതിഫലം കിട്ടുക? 24 മണിക്കൂറിന്റെ ഉള്ളിൽ 20 പ്രാവശ്യം അവന്റെ മരണത്തെക്കുറിച്ച് ഓർമ്മിക്കുന്നവൻ. 24 മണിക്കൂറിന്റെ ഉള്ളിൽ 20 പ്രാവശ്യം മരണത്തെക്കുറിച്ച് ഓർമ്മിക്കും. ഇന്നിപ്പോ എന്തായി? ടൈം എത്രയായി? ഇവിടുത്തെ ടൈം ഇതിനകത്ത് ഇവിടുത്തെ ടൈം അല്ല 12:30 ആയ. അല്ലാഹു അക്ബർ.
ഞാൻ നാട്ടിൽ വാത് നിർത്തേണ്ട സമയം കഴിഞ്ഞു 2 മണി. ഇവിടെ ലിമിറ്റില്ല, 10 ദിവസമല്ലേ ഉള്ളൂ. നിങ്ങൾ ഇരിക്കൂലേ? നാളെ ഡ്യൂട്ടിക്കൊന്നും പോകണ്ടല്ലോ. എന്നാലും ഇൻഷാ അല്ലാഹ് നമുക്ക് പെട്ടെന്ന് വരിക ഇൻഷാ അല്ലാഹ്. അവസാനം ഒന്ന് ദുആ ചെയ്യണം പ്രവാസികളുടെ ഇടയിൽ. എല്ലാ രാത്രിയിലും നിങ്ങൾ ഒരു കാര്യം ഓർത്തോളി, അഹമ്മദ് കബീർ വാക്കവി നാവ് പൊന്തിച്ചാൽ നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും രാത്രിയിൽ ഒരു 10-30,000 പേര് ആമീൻ പറയുന്നു. ഇല്ല സിദ്ദീഖ്, എന്റെ പോയാ ഏത് ഭാഗത്തിലും. കാരണം പ്രവാസിയുടെ ജീവിതം എന്താണെന്ന് നേരിട്ട് കണ്ട ആളാണ്. അതുകൊണ്ട് ഏത് പ്രവാസികൾക്ക് ദുആ ചെയ്യാതെ ഇന്നേ വരെ ഒരു 30,000 കുറയാത്ത ആൾ വേണ്ട, ഒരു 10,000 കുറയാത്ത ആളുകൾ എല്ലാ രാത്രിയും നിങ്ങൾക്ക് വേണ്ടി ആമീൻ പറയുന്നുണ്ട്. നിങ്ങൾ ഉറപ്പിച്ചോളൂ. അല്ലാഹു ബന്ധം നിലനിർത്തി തരട്ടെ. അല്ലാഹു ബന്ധം നിലനിർത്തി തരട്ടെ. അല്ലാഹു ബന്ധം നിലനിർത്തി തരട്ടെ. ഇപ്പൊ 11:30 നാളെ 11:30 വരെ 24 മണിക്കൂർ അതിന്റെ ഉള്ളിൽ 20 പ്രാവശ്യം മരണത്തെ കുറിച്ച് ഓർമ്മിക്കും. ചല ചെയ്യോ? നാളെ ഞാൻ ചോദിക്കാനില്ലല്ലോ. ഓർക്കുവോ? എന്തെന്നാ 20 പ്രാവശ്യം ഇന്നിവിടെ പോയിട്ട് അള്ളോ കബീർ ഉസ്താദ് കൊണ്ട് ഞാൻ മരിക്കും 1, ഞാൻ മരിക്കും 2, ഞാൻ മരിക്കും 3, ഞാൻ മരിക്കും 4. അതല്ല, കടയിലിരിക്കുമ്പോ, കച്ചവടം ചെയ്യുമ്പോ, ഭാര്യ എടുത്തിരിക്കുമ്പോ, വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോ ആ സമയത്തൊക്കെ ചിന്തിക്കണം അല്ലാഹുവേ ഞാൻ മരിക്കും, ഞാൻ ഒരു ദിവസം മരിക്കും അല്ലാഹുവേ എന്ന് ചിന്തിച്ചാൽ ഒരാൾക്ക് പിന്നെ ജീവിതത്തിൽ തെറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണമെന്താ? മരണത്തോടെ അവസാനിക്കില്ലല്ലോ. നാളെ പടപ്പറപ്പിന്റെ കബറിൽ നിന്ന് ഇനിയും നമ്മൾ ഉമ്മയെ കാണാൻ പോവുകയാണ്. അവിടെ നിന്ന് നമ്മൾ എഴുന്നേറ്റ് എവിടെയെന്നറിയോ? അല്ലാഹുവിന്റെ പരലോകത്തിലേക്ക് 6 മണ്ണിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കുകയാണ്. പരലോകം. അവിടെ ഉമ്മ ഉണ്ടാകുമോ? ഖബറിൽ ഉമ്മ കാണാൻ പറയും, സലാം പറയാനും വിശേഷം ചോദിക്കാൻ. അള്ളാഹു നിലനിർത്തി തരട്ടെ. ഇനി ആഖിറത്തിൽ വന്ന ഉമ്മയെ കാണാൻ പറ്റുമോ? ആഖിറത്തിൽ ഖബറിൽ നിന്ന് എഴുതേക്ക് എല്ലാം പറയാൻ സമയമില്ല. മണി 11:30 ഇത് 12:30 ഏറ്റവും വലിയ മാക്സിമം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെട്ടെന്ന് ഒരു വിഷയത്തിന്റെ പ്രത്യേകത ഇതാണ്. ഖുർആൻ അനുസരിച്ചൊരു വിഷയം പറയുമ്പോൾ അത് അങ്ങോട്ട് ഇച്ചിരി നീണ്ടുപോകും. അള്ളാഹു ഖുർആനിൽ നല്ല പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ, നല്ല തബക്കുർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരലോകത്ത് എഴുന്നേറ്റ് സൂര്യൻ എത്ര ഒരു ചാൻ. ആര് പറഞ്ഞു? ഞാനാ. ലോകാവസാനം കേട്ട സർവ്വ മനുഷ്യന്മാരും പറഞ്ഞു, എന്നാ പിന്നെ ഉസ്താദ് ഇത്ര അടയാളം പറഞ്ഞ കൂട്ടത്തിൽ ഇത് എന്നാന്നും കൂടെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവും. ശരി, ഒരു ചാൻ മുകളിൽ ഞാൻ ഒരു ആശ്വാസം പകരാനാണ്. ബഹുമാനപ്പെട്ട മിഖ്ദാദ് റളിയല്ലാഹു തആല റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഞങ്ങളോട് പരലോകത്തെ കുറിച്ച് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തുദിന ശംസു യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ സൂര്യൻ ഒരു മനുഷ്യന്റെ തലയുടെ മുകളിൽ ഉദിച്ചു നിൽക്കും. ഫിൽമീരി, ഒരു മൈൽ മുകളിൽ ഉദിച്ചു നിൽക്കുമെന്ന്. നാളെ സൂര്യൻ ഒരു മനുഷ്യന്റെ തലയിൽ നിന്ന് 1 മൈൽ മുകളിൽ ഉദിച്ചു നിൽക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. 1 മൈൽ മുകളിൽ. 1 മൈൽ എന്ന് പറഞ്ഞാൽ എത്ര? സമാധാനമല്ല, ഒരു ചാണല്ല. പിന്നെ ഇതിപ്പോ വാക്കവി അല്ലാതെ വേറെ ആരാ ഇമാതിരി എല്ലാരും ഒരു ചാണെന്നും വന്നാൽ ഞങ്ങളെ പേടിപ്പിക്കണേ. ഇപ്പൊ 1 മൈൽ എത്ര? 1 മൈൽ എന്ന് പറഞ്ഞാൽ എത്ര? ഇപ്പൊ അത് പറയാൻ ബുഖാരി ഓതണം. 1 മൈൽ എന്ന് പറഞ്ഞാൽ 1.6 കിലോമീറ്റർ, 1.6, 1.5 കിലോമീറ്റർ എന്ന് വെച്ചോ. അപ്പൊ ഖിയാമത്ത് നാളിൽ ഒരു ചാൻ മുകളിലല്ല, പിന്നെ സൂര്യ ഉദിച്ചിരിക്കുന്ന എവിടെ? 1.5 കിലോമീറ്റർ മുകളിൽ. ബഹുമാനപ്പെട്ട മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ മീൽ എന്ന് പറഞ്ഞത് ഈ ഭൂമിയിലെ മൈൽ കണക്കല്ല, സുറുമക്കുപ്പിയിലിടുന്ന കോലിനാണ് അറബി ഭാഷയിൽ മീൽ എന്ന് പറയുക. നാളെ സുറുമക്കുപ്പിയിലെ കോലിന് മാത്രം വലുപ്പത്തിൽ ഒരു ചാണ് പോലുമില്ല. സഹോദരങ്ങളെ, ചെറുപ്പക്കാരികളെ, ഒരു ചാൺ മുകളിൽ പോലും
പോലുമല്ല, സുറുമക്കുപ്പിയിലെ കോലിന്റെ അളവിന്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ ഈ ചൂണ്ടുവിരലിന്റെ മാത്രം വലിപ്പം. സുറുമക്കുപ്പിയിലെ കോലിനെന്ത് വലിപ്പമാണുള്ളത്? ഈ ചൂണ്ടുവിരലിന്റെ അകലത്തിലാണ് സൂര്യൻ നാളെ തലയുടെ മുകളിൽ ഒരുമിച്ച് നിൽക്കുക എന്ന ആദരവ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഒരു ചാൺ മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന കഥയല്ല, ഒരു ചൂണ്ടുവിരലിന്റെ മുകളിൽ ഈ കത്തിക്കാളുന്ന ലോകത്തിന്റെ ആണവ നിലയമായ സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോ 1.5 കോടി ഡിഗ്രി സെന്റിഗ്രേഡിൽ കത്തിച്ചൊലിച്ചു നിൽക്കുന്ന ഈ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുമ്പോ ആ സമയത്താണ് കത്തിക്കാളുന്ന നരകം നമ്മുടെ മുമ്പിലോട്ട് വരിക. ഉമ്മയെയും വാപ്പയെയും കാണുന്നത് എവിടെയാ? പ്രിയപ്പെട്ട ഉമ്മയുടെ 2ാം ഭാഗത്തിന്റെ അവസാന ഘട്ടത്തിലോട്ട് കിടക്കുകയാ. ഇനി മഹിഷർ കഴിഞ്ഞാൽ സ്വർഗത്തിൽ കാണുമോ എന്നുള്ളടാ, അവിടെ ഉമ്മയോട് സലാം പറയുമോ എന്നുള്ളടാ ഖുർആന്റെ വെളിച്ചത്തിൽ നമുക്ക് പറയാം. പക്ഷേ സഹോദരങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ആ സമയത്താണ് കത്തിക്കാണുന്ന നരകം നമ്മുടെ മുമ്പിലേക്ക് വരിക. ഇന്ന ജഹന്നമ കാനത്ത് മിർസാദാ ലിത്വാഗീന മാബാ ലാബിദീന ഫീഹാ അഖാബാ ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബാ. 70,000 മലക്കുകൾ കത്തിക്കാളുന്ന നരകത്തെ വരിച്ചു കൊണ്ടുവരുമ്പോ, നരകമെന്ന് പറഞ്ഞാൽ എന്താ? വെറുതെ അല്ലാഹു നിർമ്മിച്ചു വെച്ചൊരു അഗാധഗർത്തമല്ല. പലിശ മേടിക്കുന്നവനെ കാണുമ്പോ, മദ്യപിക്കുന്നവനെ കാണുമ്പോ അട്ടഹസിച്ചുകൊണ്ട് അട്ടഹസിച്ചു വരുന്നൊരു ബീഭത്സ ജീവനുള്ള രൂപമാ. എടാ ഇവിടേക്ക് വാന്ന് പറഞ്ഞ് ആ തട്ടഹസിച്ചുകൊണ്ട് നരകം കടന്നു വരുമ്പോ, നരകം ഇങ്ങനെ കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്താണ് കത്തിക്കാളുന്ന നരകം കാണുമ്പോ അല്ലാഹു പറയുകയാണ്, ഈ വാക്ക് മനസ്സിൽ നിന്ന് മാറ്റി നിർത്തരുത്. അല്ലാഹു പറയുകയാണ്, ആ സമയത്ത് നമ്മുടെ ഭാര്യ നമ്മുടെ മുമ്പിലുണ്ടാകും, നമ്മുടെ മക്കള് നമ്മുടെ മുമ്പിലുണ്ടാകും, നമ്മുടെ ഉമ്മ നമ്മുടെ മുമ്പിലുണ്ടാകും, നമ്മുടെ വാപ്പ നമ്മുടെ മുമ്പിലുണ്ടാകും. ഇവിടെ വെച്ച് അവസാനിക്കുന്ന ബന്ധമല്ല. അല്ലാഹു പറയുകയാണ്, പ്രിയപ്പെട്ട ഉമ്മ നമ്മുടെ മുമ്പിലുണ്ടാകും, വാപ്പ നമ്മുടെ മുമ്പിലുണ്ടാകും, നമ്മുടെ പൊന്നുമക്കൾ